ഹലോ ഗൈസ്, ഇന്നത്തെ നമ്മുടെ യാത്രയെന്ന് പറയുന്നത് ഒരു കുഞ്ഞു ട്രിപ്പാണ്. എല്ലാവരും കൂടി ചേർന്ന് ഒരു മലയോര പ്രദേശത്തേക്ക് പോവുകയാണ്. സത്യം പറഞ്ഞാൽ ഒരു വനാന്തരം തന്നെയാണ്. ആരും കാണാൻ കൊതിക്കുന്നതും ആരും പോകാൻ ആഗ്രഹിക്കുന്നതുമായിട്ടുള്ളൊരു ട്രക്കിംഗ് ഏരിയ. അതെ, നമ്മുടെ ബ്രൈമൂർ എസ്റ്റേറ്റിനെ പറ്റിയാണ് ഞാൻ ഈ പറയുന്നത്. ബ്രൈമൂർ എസ്റ്റേറ്റിലോട്ട് പോകുന്ന വഴി നമ്മുടെ മങ്കയം വെള്ളച്ചാട്ടത്തിൽ കൂടി ഒന്ന് കയറി ഇറങ്ങാം. അതിനായിട്ട് ഞാനും എൻ്റെ ഹസ്ബൻഡും പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സും, സത്യം പറഞ്ഞാൽ എലമെൻറ്റ്സ് ടീംസാണ്. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ചേർന്ന് ഒരു ട്രിപ്പ് അങ്ങോട്ട് പ്ലാൻ ചെയ്യുന്നു. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ചേർന്നൊരു യാത്ര ചെയ്യാണ്. എല്ലാവരും ബൈക്കിലാണ്. പക്ഷെ സൂപ്പർ വൈബായിരുന്നു, അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ ബ്രൈമൂർ എസ്റ്റേറ്റിലോട്ട് പോകുന്നു. അവിടെ ഒരു ടിക്കറ്റ് എടുക്കേണ്ടി വരുന്നുണ്ട്. ഒരു 40 രൂപ റേഞ്ചിലാണ് ആ ഒരു ടിക്കറ്റ് വരുന്നത്. ഞങ്ങളെല്ലാവരും കൂടി ടിക്കറ്റ് എടുത്തു. വീണ്ടും നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ വീട്ടിൽ നിന്നും ഏകദേശം ഒരുപാട് കിലോമീറ്റേഴ്സ് കഴിഞ്ഞായിട്ടാണ് നമ്മൾ നെടുമങ്ങാട് ഏരിയയിലോട്ട് തന്നെ കിടക്കുന്നത്. അവിടെ നിന്നും പോയി നമ്മൾ നേരെ ബ്രൈമൂറിലോട്ട് എത്തുന്നതിന് മുന്നായിട്ട് തന്നെ, അതായത് സർക്കാരിൻ്റെ വകയായിട്ട് ഒരു ചെക്ക് പോസ്റ്റ് അവിടെയുണ്ട്. അവിടെയാണ് ബ്രൈമൂറിൻ്റെ ടിക്കറ്റ് കൗണ്ടർ ഇരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും ടിക്കറ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ബാച്ചിലുള്ള എല്ലാവരും ടിക്കറ്റ് എടുക്കുന്ന തിരക്കായിരുന്നു. നമ്മൾ ഗേൾസ് കുറച്ച് ഭാഗത്തേക്ക് ഇങ്ങോട്ട് മാറി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ എല്ലാവർക്കും വിശപ്പടിച്ചു തുടങ്ങി. അങ്ങനെ ഞങ്ങൾ നേരെ ഒരു അപ്പൂപ്പൻ്റെ കടയിലേക്കാണ് ചെന്നത്. ഹായ് പറ. ആ ശരി. ശരൺകുമാർ ക്ഷീണത്തിലാണ്. അജീഷ് ഹായ് പറ. അജീഷ് നേരെ ഒരു അപ്പൂപ്പൻ്റെ കടയിലേക്കാണ് ചെന്ന് കയറുന്നത്. പാവം അപ്പോൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ചേർന്ന് അവിടെ കയറിയിരിക്കുന്നു. പക്ഷേ അവിടെ നല്ല അടിപൊളി ഫുഡായിരുന്നു. മീൽസ് തന്നെയാണ്, സദ്യ എന്ന് തന്നെ പറയാൻ പറ്റത്തില്ല. പക്ഷെ ചോറും കുറച്ച് കറികളും പിന്നെ അപ്പൂപ്പൻ്റെ മീൻ കറി ഒരു രക്ഷയില്ലായിരുന്നു. എല്ലാവരും മീൻ കറിയും അതുപോലെ തന്നെ കപ്പയും പിന്നെ തോരൻ, ഒഴിക്കാൻ അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ ആയിട്ട് നമ്മളെല്ലാവരും കഴിച്ചു. ഒരു വെറൈറ്റി കറി ഞാനിവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. സാലഡ് ആണോ എന്ന് ചോദിച്ചാൽ അല്ലെന്ന് തന്നെ പറയാം. എല്ലാവിധ പച്ചക്കറികളും കൂടി ചേർത്തിട്ട് എന്തൊക്കെയോ കലക്കി വെച്ചിരിക്കുന്ന ഒരു കറി ഉണ്ടായിരുന്നു. പക്ഷെ കഴിച്ചു നോക്കി, ഒട്ടുമേ എനിക്കിഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഞങ്ങൾ അപ്പൂപ്പൻ്റെ കടയിൽ നിന്നും എല്ലാവരും ഫുഡ് കഴിച്ച ശേഷമാണ് നമ്മൾ നേരെ ബ്രൈമൂർ എസ്റ്റേറ്റിലോട്ട് പോകാനായിട്ട് യാത്ര ചെയ്തത്. അങ്ങനെ ഞങ്ങളിതാ ആ ഒരു വെള്ളച്ചാട്ടത്തിലോട്ട് പോവുകയാണ്. ഇവിടെ നല്ല ഇതൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മളെ കൂട്ടത്തിൽ വന്നവരൊക്കെ വെള്ളച്ചാട്ടം വന്ന് ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഞങ്ങളിതാ ഇവിടെ വെള്ളച്ചാട്ടത്തിലോട്ട് പോവുകയാണ്. കൂടെ നമ്മുടെ കൂട്ടരുമുണ്ട്. എല്ലാവരും ഒന്നും കൂടെ തിരിയോ? ബാക്കി വരുന്നുണ്ട്. ഞങ്ങൾ
ഞങ്ങളിതാ ആ ഒരു വെള്ളച്ചാട്ടത്തിലോട്ട് പോവുകയാണ്. ഇവിടെ നല്ല ഇതൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മളെ കൂട്ടത്തിൽ വന്നവരൊക്കെ വെള്ളച്ചാട്ടം ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ. നമ്മളിതാ ഹലോ ഗേയ്സ്, നമ്മളിതാ നമ്മളെ വല്ലാതെ രീതിയിൽ തേച്ചു. ഈ മനുഷ്യനാണ് നമ്മളെ വിളിച്ചുകൊണ്ടുവന്നത്. വളരെ വളരെ 800 രൂപയ്ക്ക് 2 വെള്ളച്ചാട്ടമാണ് മാത്രമാണ് കാണിച്ചത്. ഇത്രയും വലിയ ടാപ്പ് ഞാൻ പ്രതീക്ഷിച്ചില്ല. 800 രൂപ പൈസ പോയവരാണ്. ചായ പിടിച്ച് വല്ല തിന്നെങ്കിൽ അത്രയെങ്കിലും ആയത്. വണ്ടി ഒന്നും സഹിക്കാൻ പറ്റാതെ പെട്രോളൊന്നുമില്ല ഗ്യാസ്. കുഗ്രാമമാണ് ഗ്യാസ്. കാട്ടുമുക്കാണ് ഗ്യാസ്. അകപ്പാടെ വെള്ളം മാത്രമേ ഉള്ളൂ. കിഡ്സ് കണ്ടുപിടിച്ച ഒരേ ഒരു വാക്കാണ് ഗെയ്സ് എന്ന വാക്ക്. അതുകൊണ്ട് ഇത് ഞാൻ യൂട്യൂബിൽ നിന്ന് തന്നെ കണ്ടുപിടിച്ച വാക്കുകളാണ് കേട്ടോ. അതുകൊണ്ട് സലികുമാറൊക്കെ കിഡ്സ് കണ്ടുപിടിച്ച കുറെ സംഭവമാണ്. എക്സ്പ്ലോറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്രോൾ ഇല്ലെങ്കിൽ നമ്മൾ സ്ഥലങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഈ വാട്ടർഫാളിന് ശേഷം ഞങ്ങൾ നേരെ പോയത് അവിടുത്തെ ഗസ്റ്റ് ഹൗസും അതുപോലെ തന്നെ ലോട്ടസ് ബംഗ്ലാവിലോട്ടുമാണ്. വഴി കുറച്ച് മോശമാണ് എങ്കിൽ പോലും ബോയ്സിനൊന്നും പ്രശ്നമില്ല. ഞങ്ങളൊക്കെ പെമ്പിളരൊക്കെ വളരെയധികം പിടിച്ചൊക്കെയാണ് ഇരുന്നത്. എങ്കിലും സൂപ്പറായിരുന്നു, പൊളിയായിരുന്നു. ആ ഒരു ട്രക്കിംഗ് ഏരിയയിലൂടെയൊക്കെ ഈ ഒരു ബൈക്കുമായിട്ടൊക്കെ യാത്ര ചെയ്തപ്പോൾ അടിപൊളിയായിരുന്നു. ഞങ്ങൾ ആദ്യം എത്തിയത് അവിടെ നേരെ ഗസ്റ്റ് ഹൗസിലായിരുന്നു. ഗസ്റ്റ് ഹൗസിൽ വിചാരിച്ചത്ര പോലെ ഒന്നുമില്ല, ആളൊന്നുമില്ലായിരുന്നു. നേരെ പോയി ആ പരിസരമൊക്കെ കണ്ടു. ഒരു പ്രേതാലയം ലുക്ക് പോലെയൊക്കെ തോന്നി. അതിനുശേഷം ഞങ്ങൾ നേരെ പോയത് ലോട്ടസ് ബംഗ്ലാവിലേക്കാണ്. ഇങ്ങനെ വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിലാണ് കുട്ടൂസ് ഇങ്ങനെ അതിനിടയിൽ കൂടി ചാടി വന്നത്. വളരെ സ്ലോ മോഷനിലായിരുന്നു പുള്ളിക്കാരൻ ഉദ്ദേശിച്ചത്. അങ്ങനെ ഞങ്ങളിതാ ഒരു ബംഗ്ലാവിലോട്ട് ഇതാ കയറി പോവുകയാണ്. കണ്ട പ്രേത ബംഗ്ലാവ് പോലെയൊക്കെ ഇരിക്കും. സത്യം പറഞ്ഞാൽ പ്രേതം ഉണ്ടോ എന്ന് അറിയില്ല, എന്തായാലും നോക്കാം. ഞങ്ങളവിടെ പോയപ്പോഴത്തേക്ക് ആ ഒരു പ്രേത ബംഗ്ലാവ് എന്ന് പറയുന്നത് ഉള്ളതാണ്. അവിടെ എത്തിയപ്പോഴത്തേക്ക് എനിക്ക് വീഡിയോ എടുക്കാനൊന്നും തോന്നിയില്ല. ഞാൻ വീഡിയോ എടുത്തിട്ടുമില്ലായിരുന്നു. പക്ഷെ അതിനു പകരം ഞങ്ങൾ ആ ബംഗ്ലാവിൻ്റെ കുറച്ച് താഴെയായിട്ട് നിന്നിട്ട് കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവർക്ക് എല്ലാവർക്കും അവിടെ നിന്നും ഒരു ഗംഭീരമായിട്ടുള്ളൊരു സമ്മാനം കിട്ടിയിട്ടുണ്ടായിരുന്നു. കുളയട്ടയുടെ കടിയും അതുപോലെ തന്നെ കാലിക്കൂടി കുളയട്ട കയറുന്ന അതുമായിരുന്നു നമുക്ക് അവിടെ നിന്ന് കിട്ടിയ ഒരു ഗിഫ്റ്റ്. അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്നും തിരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഗൈസ്, ഞങ്ങളുടെ ഇന്നത്തെ ട്രിപ്പ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി വീണ്ടും കാണാം. ബൈ ബൈ. ഓക്കെ ടാറ്റാ.